വാർത്ത താരസംഘടന അമ്മയുമായി ബന്ധപ്പെട്ട് അവിടെ നിലനിൽക്കുന്ന വിവാദങ്ങളും അല്ലെങ്കിൽ ഒരു വാട്സാപ്പ് ചാറ്റിലൊക്കെ തുടങ്ങിയ ഒരു കാര്യം അത് നിയമ നടപടിയിലേക്ക് പോലീസ് നടപടിയിലേക്ക് മാറുന്നു എന്നുള്ളതാണ് നമ്മൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. താരസംഘടനയായ അമ്മയിലെ വിവാദങ്ങളിൽ കടുത്ത നടപടി വേണമെന്ന ആവശ്യവുമായി എക്സിക്യൂട്ടീവ് അംഗങ്ങൾ തന്നെ രംഗത്ത് വരികയാണ്. സംഘടനയ്ക്കുള്ളിൽ പരിഹരിക്കേണ്ട വിഷയങ്ങൾ പരസ്യമായി വിഴുപ്പലക്കലിലേക്ക് പോയതിലാണ് അതൃപ്തിയുള്ളത്. കുക്കു പരമേശ്വരനെതിരെ അച്ചടക്ക നടപടി വേണമെന്നാണ് ഭൂരിപക്ഷം അംഗങ്ങളുടെയും അഭിപ്രായം. അൻസിബ ഹസൻ മാധ്യമങ്ങളിലൂടെ പ്രതികരിച്ചത് ശരിയായില്ല എന്നും മുതിർന്ന അംഗങ്ങൾക്ക് അഭിപ്രായമുണ്ട്. അതേസമയം ടിനി ടോമിനെതിരെ അൻസിബ ഹസൻ പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട്. സൈഫുനിസ് അലിയാറാണ് വിവരങ്ങളുമായി ചേരുന്നത്. സൈഫു, ഗുഡ് മോർണിംഗ്. ഇപ്പോൾ പറഞ്ഞ പോലെ തന്നെ അമ്മയിലെ വിവാദങ്ങൾ ഒരു ഇടവേളയ്ക്കു ശേഷം വീണ്ടും കേരള സമൂഹം ചർച്ച ചെയ്യുകയാണ്. എനിക്ക് തോന്നുന്നു ഇതിനു മുൻപ് നമ്മൾ സജീവമായിട്ട് ഈ അമ്മയുമായി ബന്ധപ്പെട്ട് സംസാരിച്ചത് ഹേമ കമ്മിറ്റി റിപ്പോർട്ടൊക്കെ പുറത്തു വന്നതിനൊക്കെ പിന്നാലെയായിരുന്നു. പിന്നീട് അവിടെ വേറെ തിരഞ്ഞെടുപ്പൊക്കെ നടന്നു, പുതിയൊരു ഭരണസമിതിയൊക്കെ വരികയും സ്ത്രീകൾക്ക് വലിയ മുന്നേറ്റം ഉണ്ടാവുകയും സ്ത്രീകൾ വലിയ പ്രതീക്ഷയോടുകൂടിയൊക്കെ കണ്ട ഒരു ഭരണസമിതിയായിരുന്നു. കാരണം അമ്മയുടെ തലപ്പത്തേക്ക് ഒരു വനിതാ പ്രസിഡന്റ് വരുന്നു, ഒരു വനിതാ സെക്രട്ടറി വരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു നല്ലൊരു മാറ്റം ഉണ്ടാകും, വനിതകൾക്ക് വലിയ പ്രാധാന്യമൊക്കെ അല്ലെങ്കിൽ അവർ പറയുന്നത് കേൾക്കാൻ കുറെ ആളുകൾ ഉണ്ടാകും എന്നൊക്കെ ഒരു പ്രതീക്ഷ എന്നൊരു തോന്നലൊക്കെ സംഘടനയ്ക്കുള്ളിൽ ഉള്ളവർക്ക് ഒരു പക്ഷേ തോന്നിയിരിക്കാം. പക്ഷെ അവിടെ അതൊന്നും അല്ല നടക്കുന്നത്. അവിടെ മുഴുവൻ കുത്തിത്തിരിപ്പും പരദൂഷണവും ഒക്കെ മാത്രമേ ഉള്ളൂ എന്നാണ് ഈ അമ്മയിലെ തന്നെ അംഗങ്ങൾ വന്ന് മാധ്യമങ്ങളോട് പലപ്പോഴും പരസ്യമായി തന്നെ പ്രതികരിച്ചു. ഇപ്പോൾ ഈ സംഭവങ്ങളിൽ ഒരു പൊതുവികാരം എന്താണ് സംഘടനയ്ക്കുള്ളിൽ? രണ്ടാമത്തേത് അൻസിബ ഹസൻ നൽകിയ പോലീസ് കേസുമായി ബന്ധപ്പെട്ടാണ്. സൈഫു, ഗുഡ് മോർണിംഗ് സേതു. അമ്മയിലെ നിലവിലുള്ള പ്രശ്നങ്ങളിൽ വലിയ രീതിയിലുള്ള അതൃപ്തിയാണ് എക്സിക്യൂട്ടീവ് അംഗങ്ങളിൽ ഭൂരിഭാഗം പേർക്കും ഉള്ളത്. അതിൽ പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് നേരത്തെ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് അടക്കം ചർച്ചയായപ്പോഴും അംഗങ്ങൾ തമ്മിൽ പരസ്പരമായി, അതായത് ഈ എക്സിക്യൂട്ടീവിലുള്ള അംഗങ്ങൾ തമ്മിൽ പരസ്യമായ തർക്കത്തിലേക്കോ അതല്ലെങ്കിൽ ഈ കേസ് കൊടുക്കുന്നതിലേക്കൊന്നും പോവുകയോ അത്തരം മോശം രീതിയിലേക്ക് മാധ്യമങ്ങളിൽ അത് ചർച്ചയാകുന്ന രീതിയിലേക്കൊന്നും വന്നിരുന്നില്ല. പകരം ഈ ലൈംഗികാരോപണങ്ങൾ വരുന്നു, അവരെ പുറത്താക്കുന്നു, അല്ലെങ്കിൽ അവർ രാജിവെച്ച് പോകുന്നു എന്നതിലും അപ്പുറത്തേക്ക് നിലവിലെ രീതിയിലേക്ക്, അതായത് രണ്ട് എക്സിക്യൂട്ടീവ് അംഗങ്ങളാണ്. ഒന്ന് എക്സിക്യൂട്ടീവ് അംഗമാണ് ടിനി ടോം, മറ്റൊന്ന് ജോയിന്റ് സെക്രട്ടറിയാണ് അൻസിബ ഹസൻ, ജനറൽ സെക്രട്ടറിയാണ് ശ്വേതാ മേനോൻ, ജനറൽ സെക്രട്ടറിയാണ് കുക്കു പരമേശ്വരൻ, പ്രസിഡന്റാണ് ശ്വേതാ മേനോൻ. ഇങ്ങനെ ഇവരൊക്കെ തമ്മിലുള്ള പ്രശ്നം വലിയ രീതിയിൽ ചർച്ചയാവുകയും അത് മാധ്യമങ്ങളിലൂടെയാണ് ആദ്യം പുറത്തേക്ക് വരുന്നത് എന്നുള്ളതൊക്കെയാണ് എക്സിക്യൂട്ടീവ് അംഗങ്ങളെ വലിയ രീതിയിൽ ചൊടിപ്പിച്ചിരിക്കുന്നത്. കാരണം സംഘടനയ്ക്കുള്ളിൽ പറഞ്ഞു തീർക്കേണ്ട അല്ലെങ്കിൽ സംഘടനയ്ക്കുള്ളിൽ പരാതിയായി ലഭിക്കേണ്ട കാര്യങ്ങൾ ആദ്യം മാധ്യമങ്ങളോട് പറയുകയും അതിനുശേഷം അത് വലിയ പരസ്യമായി വിഴുപ്പലക്കലിലേക്ക് പോവുകയൊക്കെ ചെയ്യുമ്പോൾ ഇനി സംഘടനയിൽ അതെങ്ങനെ ചർച്ച ചെയ്ത് പരിഹരിക്കാമെന്നൊരു ചോദ്യം നിലനിൽക്കുന്നുണ്ട്. മുതിർന്ന അംഗങ്ങൾ പോലും ഇപ്പോൾ എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിലൊക്കെ ആണെങ്കിൽ പോലും ഇന്നലെ ജോയ് മാത്യു അടക്കമുള്ളവരൊക്കെ അമ്മ ഓഫീസിൽ എത്തിയിരുന്നു. മുതിർന്ന അംഗങ്ങൾ പോലും വലിയ രീതിയിൽ അതൃപ്തി ഈ വിഷയത്തിൽ അറിയിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്കറിയാൻ സാധിക്കുന്നത്. ഇന്നലെ പ്രസിഡന്റായ ശ്വേതാ മേനോനും എത്തിയിരുന്നു. ഇന്നലെ ടിനി ടോമിന്റെ മൊഴിയെടുക്കാനായി വിളിപ്പിച്ചിരുന്നെങ്കിലും ശ്വേതാ മേനോൻ എത്താൻ വൈകിയതിനാൽ പിന്നീട് ടിനി ടോം അവിടെ നിന്ന് മടങ്ങുകയാണ് ചെയ്തത്. നാളെയാണ് അമ്മയുടെ എക്സിക്യൂട്ടീവ് യോഗം നടക്കുന്നത്. എക്സിക്യൂട്ടീവ് യോഗത്തിൽ പ്രധാനമായും ഈ നിലവിൽ ഇത്തരം വിഷയങ്ങളൊക്കെ ചർച്ചയിലേക്ക് കൊണ്ടുവന്ന ആളുകൾക്കെതിരെയും ഒപ്പം തന്നെ ഈ ആരോപണങ്ങൾക്കെതിരെയൊക്കെ ഒരു നടപടി വേണമെന്നൊരു ആവശ്യം ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ഈ മാസം 21-നാണ് ജനറൽ ബോഡി യോഗമുള്ളത്. അന്നും അത് ചർച്ചയാകും. അതിനിടെയാണ് ഇപ്പോൾ ഇൻഫോ പാർക്ക് പോലീസ് സ്റ്റേഷനിൽ ടിനി ടോമിനെതിരെ അൻസിബ ഒരു പരാതിയായി തന്നെ നൽകിയിരിക്കുന്നത്. തന്നെ അപവാദ പ്രചാരണം നടത്തിയെന്നും മതപരമായ രീതിയിൽ അവഹേളിച്ചു എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള ഒരു പരാതി അൻസിബ ഹസൻ ഇന്നലെ രാത്രിയാണ് ഇൻഫോ പാർക്ക് സിഐക്ക് കൈമാറിയിരിക്കുന്നത്. അതിൽ ഇനി കേസെടുക്കുന്ന അടക്കമുള്ള നടപടികളിലേക്ക് പോലീസ് കടക്കുമോ, ഒപ്പം തന്നെ പ്രാഥമിക അന്വേഷണം നടത്തിയ ശേഷമാണോ കേസെടുക്കുക എന്നടക്കമുള്ള കാര്യങ്ങൾ അടുത്ത മണിക്കൂറുകളിൽ അറിയാൻ സാധിക്കുകയുള്ളൂ. എന്തായാലും നിലവിൽ ഒരു പോലീസ് കേസിലേക്ക് ഇത് പോയിരിക്കുകയാണെന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം.